നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിലും പ്രത്യേകിച്ച് കർമ്മമണ്ഡലങ്ങളിലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലും പ്രതീക്ഷിച്ചതിലുപരി അനുഭവങ്ങളും പുരോഗതിയും, വ്യാപാര വിപണന വിതരണ മേഖലകളിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ട് ഒരു പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കാൻ ഇടവരും. ഒരുപക്ഷെ പണം മുതൽ മുടക്കുന്നത് കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം എന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. സൽക്കർമ്മങ്ങൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടവരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അവസരം വന്ന് ചേരുവാനിടയുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാധ്യത കാണുന്നു. പലപ്പോഴും സ്വന്തം നടത്തി വരുന്ന പല കാര്യങ്ങളും വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളുമാണ്. എന്നാൽ പലർക്കും അത് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ ഉപരിപഠന പ്രവേശന പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതുമാണ്. വ്യക്തിത്വത്തിന് യോജിക്കുന്ന പല കാര്യങ്ങളിലും ഏർപ്പെടുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക എന്നിവ യാതൊരു കാരണവശാലും അരുതാത്തതാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനിടവരുമെങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് സദ്യ കൊടുക്കുന്നതൊക്കെ തന്നെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നത് വഴി പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരം വന്നു ചേരുവാനിടവരും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത് എന്ന് സൂചിപ്പിക്കുന്നു. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും കൃതാർത്ഥതയ്ക്കും യോഗം കാണുന്നുണ്ട്. ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ബന്ധുമിത്രാദികളുടെ ദുരവസ്ഥകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജന്മനാട്ടിൽ സ്വന്തമായിട്ട് വ്യാപാരം തുടങ്ങിയാലോ എന്ന ധാരണയോടുകൂടി തന്നെ ബന്ധുമിത്രാദികളെ പണം ഏൽപ്പിച്ചുകൊണ്ട് ചെയ്താൽ പരാജയമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഈ വ്യാപാര വിപണന മേഖലയിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അതിജീവിക്കുവാനായിട്ട് വളരെ സുതാര്യതയുള്ള സമീപനവും ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങളും അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സഹൃദയ സദസ്യൽ അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്.
വ്യർത്ഥമായുള്ള വ്യാമോഹങ്ങൾ പലതും വന്നു ചേരുന്നത് വഴി മാനസികമായുള്ള വിഭ്രാന്തി വർദ്ധിക്കുവാനിടയുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ പിന്മാറുവാനായിട്ട് ജീവിത പങ്കാളിയുടെ ആശയങ്ങളും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ചിന്തകളും അനുകൂലമായുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യത കാണുന്നു. പരസ്പര ബന്ധമില്ലാത്ത കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പുനഃപരീക്ഷയിൽ വിജയം ശതമാനം വർദ്ധിക്കും. അർഹമായിട്ടുള്ള വിധത്തിൽ സ്ഥാനക്കയറ്റത്തിന് എല്ലാ പ്രകാരത്തിലും യോഗം കാണുന്നുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. നിഷ്ഠയോടുകൂടിയതായുള്ള ജീവിത ശൈലിയും സമീപന ശൈലിയും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളുണ്ടാകുമോ എന്ന ധാരണ ഉണ്ടെങ്കിൽ പോലും എല്ലാം മംഗളകരമാക്കി തീർക്കുവാനും ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർ ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചു. മറ്റു ചിലർക്ക് ഭൂമി വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഒരു കൊല്ലത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു നിയന്ത്രണങ്ങൾ എല്ലാ മേഖലകളിലും വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിൽ അവസരങ്ങൾ വന്നു ചേരും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ക്ലേശകരമായുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക എന്നിവ യാതൊരു കാരണവശാലും അരുതാത്തതാണ്. അതിരു കടന്ന ആവേശം ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും സമത്വ ചിന്തയോടുകൂടിയും അഥവാ സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലിയും അവലംബിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ശനി, എന്നീ ഞായർ ദിവസങ്ങളിലെല്ലാം തന്നെ കുറച്ച് യാത്രകളും അവിടെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം പരിശീലനത്തിന് തുടക്കം കുറിക്കാനിടവരും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. തൃപ്തികരമല്ലാത്ത വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാവുമെങ്കിൽ പോലും തൽക്കാലത്തേക്ക് അത് ഏറ്റെടുക്കുകയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം ജോലി നഷ്ടപ്പെടുവാനും ഒരു വർഷത്തേക്ക് മറ്റൊരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത പോലും വളരെ കുറവായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനി അതൊരു ധ്രുവീകരിക്കണം എന്ന ധാരണയോടുകൂടി പണം മുതൽ മുടക്കിയാൽ തന്നെ അതിനനുസൃതമായുള്ള ലാഭവിഹിതം നേട്ടം ഉണ്ടാവുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സൽക്കർമ്മങ്ങൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടവരും. പകർച്ചവ്യാധി പിടിപെടുവാനും സാംക്രമിക രോഗങ്ങൾക്കാണെങ്കിലും പകർച്ചവ്യാധികൾക്കാണെങ്കിലും വിദഗ്ധമായിട്ടുള്ള പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള ഗൃഹത്തിന് പുറമെ മറ്റൊരു ഗൃഹം വാങ്ങിക്കുവാനോ തൊഴിൽ ക്രമീകരിക്കുവാനോ ഉള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ
വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിട വരും. ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനുള്ള അവസരം ഒരുപക്ഷെ ഒരു കർഷകൻ്റെ സഹായത്തോടുകൂടിയും കൃഷി വകുപ്പിൻ്റെ പൂർണ്ണമായുള്ള പിന്തുണയോടുകൂടിയും ഇതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട വരും. സങ്കല്പമനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ മറ്റ് അലമാരികളിൽ നിന്നും ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. പലപ്പോഴും ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിച്ചും കൊണ്ടും ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടും കൊണ്ടും ഉള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം മംഗളകരമാക്കി തീർക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പല പ്രകാരത്തിൽ മാർഗതടസ്സങ്ങളുണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുകയും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും ഈ മെയ് മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.